നമ്മുടെ ഹൃദയം അതിശയകരമായ ഒരു അവയവമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തേക്കും രക്തവും ഓക്സിജനും എത്തിക്കാൻ ഇത് ഓരോ സെക്കൻഡും ഓരോ ദിവസവും കഠിനമായി ജോലി ചെയ്യുകയാണ്. പക്ഷേ അപൂർവമായി ഹൃദയത്തിൽ കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുമ്പോൾ ഹൃദയം ഇടിപ്പ് പെട്ടെന്ന് തന്നെ നിർത്തപ്പെടുകയും രക്തധാര നിലച്ചു പോകുകയും ചെയ്യുന്നു. ഇത് നടക്കുമ്പോൾ മസ്തിഷ്കവും മറ്റ് ജീവൻ രക്ഷകമായ അവയവങ്ങളും നമ്മുടെ ഹൃദയവുമെല്ലാം മരണത്തിലേക്കാണ് നീങ്ങുന്നത്. ഇങ്ങനെയാകുമ്പോൾ CPR ആരംഭിക്കേണ്ടത് ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗമാണ്. 4 മിനിറ്റിനകം മസ്തിഷ്ക നാശം തുടങ്ങും. 10 മിനിറ്റിനു ശേഷം അത് പൂർണ്ണമായും തിരിച്ചു വരാത്തതായി തീരും. അതിനാൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ശക്തി നിങ്ങളുടെ കൈകളിലാണെന്ന് മനസ്സിലാക്കുക. CPR ചെയ്യുമ്പോൾ 2 പ്രധാന കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, കംപ്രഷനുകൾ മൂലം ഓക്സിജൻ നിറഞ്ഞ രക്തം മസ്തിഷ്കത്തേക്ക് എത്തുന്നു. അതിനാൽ അതിൻ്റെ പ്രവർത്തനം നിലനിർത്താം. 2, കംപ്രഷനുകൾ ഹൃദയത്തിലേക്ക് രക്തവും ഓക്സിജനും ഒഴുക്കുന്നു. അതിനാൽ ഷോക്കിന് ശേഷം ഹൃദയം വീണ്ടും പ്രവർത്തനക്ഷമമാകാനുള്ള സാധ്യത കൂടുതൽ വരും. നിങ്ങൾ കംപ്രഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു കൃത്രിമ പമ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഹൃദയം ചെയ്യുന്ന ജോലിയെ കൈകൊണ്ടാണ് ചെയ്യുന്നത്. ഫലപ്രദമായി അമർത്തുമ്പോൾ സിസ്റ്റത്തിലെ പ്രഷർ ഉയരുന്നു. അതിനാൽ രക്തം ഹൃദയത്തിലേക്കും മസ്തിഷ്കത്തിലേക്കും സഞ്ചരിക്കും. രക്തം നീങ്ങാൻ സമയമെടുക്കുന്നുണ്ട്. അതിനാൽ വേഗത്തിലും ശക്തിയിലും കംപ്രഷനുകൾ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കുറഞ്ഞത് 2 ഇഞ്ച് ആഴത്തിൽ അമർത്തുക. 100-120 കംപ്രഷനുകൾ ഓരോ മിനിറ്റിലും ആവശ്യമുണ്ട്. നാം കൈയെടുക്കുമ്പോൾ രക്തം മസ്തിഷ്കത്തിലേക്കുള്ള ഒഴുക്ക് നിർത്തുന്നു. അതിനാൽ ശ്വാസം നൽകാനോ റോളുകൾ മാറ്റാനോ വേണ്ടി കൈയെടുക്കുമ്പോൾ അതിനുള്ള സമയവും ആവശ്യമാണ്. ആഴത്തിൽ അമർത്താതിരിക്കുമ്പോൾ രക്തം മസ്തിഷ്കത്തിലേക്ക് പോകുന്നില്ല. വേഗത്തിൽ അമർത്താതിരിക്കുക. വേഗത്തിൽ അമർത്തിയാൽ ഹൃദയം റീസിലാകാനുള്ള സമയം കിട്ടുന്നില്ല. ചെസ്റ്റിന് വീണ്ടും ഉയരാൻ സമയം കൊടുക്കാതെ അമർത്തിയാൽ ഹൃദയം വീണ്ടും രക്തം സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതിനാൽ രക്തം പുറത്തേക്ക് പോവുകയുമില്ല. ഓക്സിജൻ അടങ്ങിയ രക്തം ഹൃദയത്തിലൂടെയും മസ്തിഷ്കത്തിലേക്കും സഞ്ചരിക്കുക എന്നതാണ് കംപ്രഷന്റെ ലക്ഷ്യം.